സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള 100 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മികച്ച നോവലിസ്റ്റിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ നിങ്ങൾ എന്ന നോവൽ രചിച്ചത്? മികച്ച നോവലിസ്റ്റിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ നിങ്ങൾ എന്ന നോവൽ രചിച്ചത് എം മുകുന്ദനാണ്. എം മുകുന്ദൻ. നോവലിന്റെ പേരെന്താണ്? നിങ്ങൾ. മികച്ച കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ വെള്ളിക്കാശ് എന്ന ചെറുകഥ രചിച്ചതാരാണ്? VJ ജെയിംസ് ആണ്. വെള്ളിക്കാശ് എന്നത് എന്താണ്? ചെറുകഥയാണ്. ചെറുകഥ. മികച്ച കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ വെള്ളിക്കാശ് എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? VJ ജെയിംസ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിനാണ് ജെംകോവാക്-OM. ജെംകോവാക്-OM. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. 2023 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാൻറ്റിയോർ ലഭിച്ച സിനിമ? 2023 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാൻറ്റിയോർ ലഭിച്ച സിനിമയാണ് അനാട്ടമി ഓഫ് എ ഫോൾ. അനാട്ടമി ഓഫ് എ ഫോൾ. അടുത്ത ചോദ്യം, മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഏത് സമുദായത്തിനാണ്? മെയ്തി. മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷം നടന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ആജീവനാന്ത നേട്ടത്തിനുള്ള 2023 യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതിയത് അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്. ആജീവനാന്ത നേട്ടത്തിനുള്ള 2023 യൂറോപ്യൻ എസ്സേ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതിയത് അരുന്ധതി റോയ്. ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കങ്കണ റാവത്താണ്. തലൈവി എന്ന സിനിമയിൽ. ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കങ്കണ റണാവത്ത്. ഏത് ഇന്ത്യൻ നേതാവിന്റെ ലണ്ടനിലെ വസതിക്കാണ് ബ്ലൂ പ്ലേഗ് ബഹുമതി ലഭിച്ചത്? ബ്ലൂ പ്ലേഗ് ബഹുമതി ലഭിച്ചത് ദാദാബായ് നവറോജിയുടേതാണ്. ഏത് ഇന്ത്യൻ നേതാവിന്റെ ലണ്ടനിലെ വസതിക്കാണ് ബ്ലൂ പ്ലേഗ് ബഹുമതി ലഭിച്ചത്? ദാദാബായ് നവറോജി. 2022 ഓഗസ്റ്റിൽ PK കാളൻ പുരസ്കാരത്തിന് അർഹനായത്? 2022 PK കാളൻ പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമനാണ്. ചെറുവയൽ രാമൻ. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? MK സ്റ്റാലിൻ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ കുമാർ മിശ്രയാണ്. അരുൺ കുമാർ മിശ്ര. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ആണ്. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. 2023 പരിസ്ഥിതി ദിന സന്ദേശം. 2023 പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എന്നതാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം എന്നതാണ് 2023 പരിസ്ഥിതി ദിന സന്ദേശം. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ് ആണ്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. 2022 സെപ്റ്റംബർ 17 8 ചീറ്റകളെ തുറന്നുവിട്ട് രാജ്യത്തെ ഏത് ദേശീയോദ്യാനത്തിലാണ്?
മധ്യപ്രദേശിലെ കൂനോ ദേശീയോദ്യാനത്തിലാണ് 2022 സെപ്റ്റംബർ 17 8 ചീറ്റകളെ തുറന്നുവിട്ടത്. G20 കൂട്ടായ്മയുടെ 2022-23 അധ്യക്ഷ സ്ഥാനം വഹിച്ച രാജ്യം ഇന്ത്യ. G20 കൂട്ടായ്മയുടെ 2022-23 അധ്യക്ഷ സ്ഥാനം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാക്കുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയറായ ചാറ്റ് ജിപിടിയുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയറായ ചാറ്റ് ജിപിടിയുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ. ഖത്തർ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഖത്തർ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നമായിരുന്നു ലാ ഈബ് എന്നതിന്റെ അർത്ഥം വരുന്നത് പ്രതിഭാധനനായ കളിക്കാരൻ എന്നാണ്. പ്രതിഭാധനനായ കളിക്കാരൻ. ഖത്തർ ലോകകപ്പിലെ ജേതാക്കൾ ആര്? ഖത്തർ ലോകകപ്പിലെ ജേതാക്കള് അർജന്റീനയാണ്. 2ാം സ്ഥാനം ഫ്രാൻസ് ആണ്. ഖത്തർ ലോകകപ്പിലെ ജേതാവ് അർജന്റീന, 2ാം സ്ഥാനം ഫ്രാൻസ്. ഖത്തർ ലോകകപ്പിൽ 3, 4 സ്ഥാനങ്ങൾ നേടിയ ടീമുകൾ ഏതാണ്? യഥാക്രമം ക്രൊയേഷ്യ, മൊറോക്കോ എന്നിവയാണ്. 1ാം സ്ഥാനം അർജന്റീന, 2ാം സ്ഥാനം ഫ്രാൻസ്, 3ാം സ്ഥാനം ക്രൊയേഷ്യ, 4ാം സ്ഥാനം മൊറോക്കോ. ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറുവിമാനത്തിന്റെ പേര് സെസ്ന 206 വിമാനമാണ്. സെസ്ന 206 വിമാനം. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ 1ാമത്തെ സ്ഥാനം ഐസ്ലാൻഡ് ആണ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ 1ാം സ്ഥാനം ഐസ്ലാൻഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളത്തിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതി രചിച്ചത് ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളത്തിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതി രചിച്ചത് പ്രിയ AS ആണ്. പ്രിയ AS. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ നന്ദിനി ദാസ് ആണ്. നന്ദിനി ദാസ്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. പദ്ധതിയുടെ പേര് കെടാവിളക്ക്. AI കുറിച്ച് വ്യക്തമായ അറിവ് ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നതിനും അവരെ AI-യുടെ ഉപഭോക്താക്കളാക്കുവാനും കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് UI എന്നത്. യൂത്ത് ഫോർ ഉന്നതി ആൻഡ് വികാസ് വിത്ത് AI. യൂത്ത് ഫോർ ഉന്നതി ആൻഡ് വികാസ് വിത്ത് AI. ആഴ്ചയിലൊരിക്കൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ പ്രജാ ദർബാർ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ആഴ്ചയിലൊരിക്കൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ പ്രജാ ദർബാർ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ചൈനയിലെ ഹാങ്ചോവിൽ 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? 107 മെഡലുകളാണ്. 4ാം സ്ഥാനമാണ് ലഭിച്ചത്. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ചൈനയിലെ ഹാങ്ചോവിൽ 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107. എത്രാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്? 4ാം സ്ഥാനം. എത്ര സ്വർണം? 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. കേരള പോലീസ് തിരുവനന്തപുരത്ത് വിജയകരമായി പരീക്ഷിച്ച ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് 5 മിനിറ്റിനുള്ളിൽ അറിയാൻ കഴിയുന്ന ഉമിനീർ പരിശോധന ടെസ്റ്റ് സിസ്റ്റം
സോട്ടെക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം. സോട്ടെക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം. കേരള പോലീസ് തിരുവനന്തപുരത്ത് വിജയകരമായിട്ട് പരീക്ഷിച്ച ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് 5 മിനിറ്റിനുള്ളിൽ അറിയാൻ കഴിയുന്ന ഉമിനീർ പരിശോധന ടെസ്റ്റ് സിസ്റ്റമാണ് സോട്ടെക്സ മൊബൈൽ ടെസ്റ്റ് സിസ്റ്റം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി എത്തിയ കപ്പൽ ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായിട്ട് എത്തിയ കപ്പലാണ് ഷെൻഹുവ 15. ഷെൻഹുവ 15. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായിട്ടെത്തിയ കപ്പലാണ് ഷെൻഹുവ 15. കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. കനവ്. കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേരാണ് കനവ്. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ലോക ബാങ്ക് ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ച ബാങ്ക് ഏതാണ്? ഫെഡറൽ ബാങ്കാണ്. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ലോക ബാങ്ക് ഗ്രൂപ്പിന്റെ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ചത് ഫെഡറൽ ബാങ്കിനാണ്. 2030 കേരളത്തെ ഒറ്റ നഗരമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപീകരിച്ച നഗരനയ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ എം സതീഷ് കുമാറാണ്. 2030 കേരളത്തെ ഒറ്റ നഗരമാക്കി മാറ്റുവാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രൂപീകരിച്ച നഗരനയ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ എം സതീഷ് കുമാറാണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി സ്വര പാട്ടേൽ ആണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി ആരാണ്? സ്വര പാട്ടേൽ. വിവാദമായതോടെ പിൻവലിച്ച ISRO ചെയർമാൻ S സോമനാഥന്റെ ആത്മകഥ നിലാവ് കുടിച്ച സിംഹങ്ങൾ. വിവാദമായതോടെ പിൻവലിച്ച ISRO ചെയർമാൻ S സോമനാഥന്റെ ആത്മകഥയുടെ പേരാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് അരവിന്ദ് പനഗരിയയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? അരവിന്ദ് പനഗരിയ. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ അറബ് വനിതയാണ് റയാന അൽ ബർനാവി. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ അറബ് വനിതയാണ് റയാന അൽ ബർനാവി. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച ദൗത്യം എക്സ്പോസാറ്റ്. എന്തിനെ കുറിച്ച് പഠിക്കാനാണ്? തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ISRO വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരാണ് എക്സ്പോസാറ്റ്. N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ദേശീയ അവാർഡിന് അർഹനായത് ശശി തരൂറാണ്. N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ദേശീയ അവാർഡിന് അർഹനായത് ശശി തരൂർ. ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി സുചേത സതീഷ് ആണ്. എത്ര ഭാഷകളിലാണ് പാടിയത്? 140 ഭാഷകളിലാണ്. ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുചേത സതീഷ്. സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-24 പ്രൊഫസർ S ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത്. സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-24 പ്രൊഫസർ S ഗുപ്തൻ നായർ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിയാണ്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നത് 2024 2024. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല ഏതാണ്?
എറണാകുളം ജില്ലയാണ്. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല ഏതാണ്? എറണാകുളം. തെരഞ്ഞെടുത്ത 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളെ 1 ലക്ഷം കോടി വിറ്റുവരവിലേക്ക് ഉയർത്തുവാനുള്ള പദ്ധതിയാണ് മിഷൻ 1000 എന്നത്. തെരഞ്ഞെടുത്ത 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 1 ലക്ഷം കോടി വിറ്റുവരവിലേക്ക് ഉയർത്തുവാനുള്ള പദ്ധതിയുടെ പേരാണ് മിഷൻ 1000 എന്നത്. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങൾ. എത്ര രാജ്യങ്ങളാണ്? 5. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഏതൊക്കെയാണ്? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങൾ. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ. പേര് മേഘമല വെള്ളിവരയൻ. PSLVയുടെ 60ാമത് ദൗത്യമായ PSLV-C58 വിക്ഷേപിച്ച തീയതി എന്നാണ്? 2024 ജനുവരി 1. PSLVയുടെ 60ാമത് ദൗത്യമായ PSLV-C58 വിക്ഷേപിച്ച തീയതി 2024 ജനുവരി 1. പ്രഥമ PT തോമസ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ PT തോമസ് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലാണ്. മാധവ് ഗാഡ്ഗിൽ. പ്രഥമ PT തോമസ് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിൽ. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ഹേമലതയാണ്. അടുത്തിടെ വിരമിച്ചു. രക്താർബുദം ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ഏതാണ്? ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മുംബൈയാണ്. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ഏതാണ്? ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മുംബൈ. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനായി തുടങ്ങിയ ആപ്പ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനായിട്ട് തുടങ്ങിയ ആപ്പാണ് ചലോ ആപ്പ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനായിട്ട് തുടങ്ങിയ ആപ്പാണ് ചലോ ആപ്പ്. ഉത്തരകാശിയിലെ സിൽക്കാരിയിൽ തുരങ്കത്തിലകപ്പെട്ട 41 തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയ ദൗത്യത്തിന്റെ പേര്? ഓപ്പറേഷൻ സുരംഗ് എന്നാണ്. ഉത്തരകാശിയിലെ സിൽക്കാരയിൽ, ഉത്തരാഖണ്ഡില് ഉത്തരകാശിയിലെ സിൽക്കാരയിൽ തുരങ്കത്തിലകപ്പെട്ട 41 തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സുരംഗ്. 2023 ഡിസംബറിൽ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല കാസർഗോഡ് ജില്ലയാണ്. 2023 ഡിസംബറിൽ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാസ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ലയാണ് കാസർഗോഡ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ചിത്ര വിശ്വേശ്വരനാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ചിത്ര വിശ്വേശ്വരൻ. വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 38ആണ്. വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിന്റെ വേദിയായത് തൃശ്ശൂരാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിന്റെ വേദിയായത് തൃശ്ശൂർ. ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് P. മുരളീധരൻ. കൊല്ലം ജില്ലക്കാരനായ P. മുരളീധരൻ ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ മലയാളി P. മുരളീധരനാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവിയായി 2024 ജനുവരിയിൽ ചുമതലയേറ്റത് ഡോക്ടർ V. അമ്പിളിയാണ്.
ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവിയായിട്ട് 2024 ജനുവരിയിൽ ചുമതലയേറ്റത് ഡോക്ടർ വി അമ്പിളി. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്കയാണ്. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വർക്കലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയാണ് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി. ഭൗമസൂചിക പദവി ലഭിച്ച ഫുൽകാരി എന്ന എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഭൗമസൂചിക പദവി ലഭിച്ച ഫുൽകാരി എന്ന എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സാലദോ കീഴടക്കിയ മലയാളി ഷെയ്ഖ് ഹസൻ ഖാൻ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദെൽ സാലദോ കീഴടക്കിയ മലയാളി ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി തമിഴ്നാട്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദിയായത് തമിഴ്നാട്. 2024 ഒളിമ്പിക്സ് വേദി പാരീസ് ആണ്. 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി. ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളിയാണ് ഘൃതു സാരംഗിലാൽ. ഘൃതു സാരംഗിലാൽ. 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ ആണ്. 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപി കൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? PN ഗോപി കൃഷ്ണനാണ്. PN ഗോപി കൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് PR കുമാരകേരള വർമ്മ. 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ആരാണ്? PR കുമാരകേരള വർമ്മ. 2023-24 വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയായാണ് കണക്കാക്കിയത്? 2023-24 വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7.3%. 7.3%. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാള കവി. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാൻ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് PK വീരമണി ദാസ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? PK വീരമണി ദാസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. 2024 ജനുവരിയിൽ ശതാഭിഷേകം ആഘോഷിച്ച മലയാള ഗായകൻ യേശുദാസ് ആണ്. 2024 ജനുവരിയിൽ ശതാഭിഷേകം ആഘോഷിച്ച മലയാള ഗായകൻ ആരാണ്? യേശുദാസ്. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺഹൈമർ ആണ്. 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്.
81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ് ഓപ്പൺ ഹെയ്മർ. 18ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാറാണ്. നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭ്യമായത്. 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ. കൃതി ഏതാണ്? നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരം. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ മുദ്രാവാക്യം ഡ്രീം ഓഫ് വിന്റർ ലവ് എമംഗ് ഏഷ്യ എന്നതാണ്. ഡ്രീം ഓഫ് വിന്റർ ലവ് എമംഗ് ഏഷ്യ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻ കീഴാണ്. തിരുവനന്തപുരം ജില്ലയിലെ മലയൻ കീഴ് പഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സ്ഥലം ഒഡീഷയാണ്. 2024 കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയായ സംസ്ഥാനം ഒഡീഷ. ആഗോള കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 1. ആഗോള കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 1. 2024 ജനുവരിയിൽ ഇന്ത്യയുമായിട്ട് വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം നേപ്പാളാണ്. 2024 ജനുവരിയിൽ ഇന്ത്യയുമായിട്ട് വൈദ്യുതി കരാറിൽ ഒപ്പിട്ട രാജ്യം ഏതാണ്? നേപ്പാൾ. കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. കൂടുതൽ പേരെ ഒരേ സമയം സൂര്യ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525. മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ് 525. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 പേടകം ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 പേടകം ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂരാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ. ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ കാർ ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ കാറാണ് ഇവ. ഇന്ത്യയിൽ ആദ്യത്തെ സോളാർ കാർ ഇവ. ജപ്പാനിൽ നടന്ന വീർ ഗാർഡിയൻ 2023 വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റ് അവനി ചതുർവേദിയാണ്. അവനി ചതുർവേദി. ജപ്പാനിൽ നടന്ന വീർ ഗാർഡിയൻ 2023 വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റാണ് അവനി ചതുർവേദി. ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ധനൂരി. ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് ധനൂരി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനി. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഡിജി കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഡിജി കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കുസാറ്റാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ്. 2023 ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂരാണ്. 2023 ലൈബ്രറി കോൺഗ്രസിന് ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂർ.
രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം ആരാണ്? PT ഉഷയാണ്. ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നക്കൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്? കേരളത്തിലെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നക്കൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്? മന്ദഹാസമാണ്. പദ്ധതിയുടെ പേര് മന്ദഹാസം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.